മരിച്ചുപോയ ഇരുവർക്കും പ്രണയമോ മറ്റ് സമാന ബന്ധങ്ങളോ ഇല്ലായിരുന്നുവെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു. എന്താ ജീവൻ എന്തൊക്കെയോ സംശയങ്ങൾ എന്നോട് ചോദിക്കാനുള്ള പോലെ? അല്ല, ഈ പ്രേതങ്ങൾ ഇവിടെ ഉണ്ടോ ഇല്ലയോ അതെന്തോ ആവട്ടെ, പക്ഷേ അതിനെ ബാല മാത്രം കാണുന്നത് എന്താ? ഞങ്ങളൊക്കെ ഈ വീട്ടിൽ തന്നെയല്ലേ താമസിക്കുന്നത്. ഇവിടെ ഇപ്പോ ബാല മാത്രമാണ് അവരെ കാണുന്നത്. അതിന് കാരണം ഒരുപക്ഷെ ബാലയുടെ നോവൽ എഴുത്താകാം. എഴുതുന്നത് പ്രേത നോവലാണ്. എഴുത്തിന്റെ നിമിഷങ്ങളിൽ എഴുത്തുകാരൻ, സ്രഷ്ടാവ് അപാരമായ ഊർജം പുറപ്പെടുവിക്കും. ഈ ഊർജത്തിൽ നിന്നും പുറപ്പെടുന്ന തരംഗങ്ങൾ അവർക്ക് കിട്ടി. അവർ ബാലയിൽ ആകൃഷ്ടരായി. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? അന്വേഷിക്കണം, അന്വേഷിച്ച് കണ്ടുപിടിക്കണം റാഹേലിന്റെയും അനുപമയുടെയും മരണത്തിന്റെ കാരണം. ആ ഒരു ഉത്തരത്തിന് മാത്രമേ ജീവന് തന്റെ പഴയ ബാലയെ തിരിച്ചറിയാൻ സാധിക്കൂ. എന്താ സാറേ? ഒരു വിവരം അറിയാൻ വേണ്ടി വന്നതാ. ഈ വീട്ടിലായിരുന്നില്ലേ മരിച്ചുപോയ റാഹേലും അനുപമയും താമസിച്ചിരുന്നത്? അതെ സാറേ, പക്ഷെ അവര് ഈ വീട് ഒഴിയാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. കുറഞ്ഞ വാടകയ്ക്ക് ദൂരെ എവിടെയോ ഒരു കോവിലകം ഒത്തുവന്നിട്ടുണ്ടെന്ന് അവര് പറഞ്ഞു. അത് കാണാൻ പോകാൻ വേണ്ടി ഇവിടുത്തെ കാറും ചോദിച്ചായിരുന്നു. പക്ഷേ ഞാൻ കൊടുത്തില്ല സാറേ. അതെന്താ കൊടുക്കായിരുന്നത്? കൊടുക്കാൻ തോന്നിയില്ല. പിന്നെ ഞാൻ കേൾക്കുന്നത് കോവിലകത്തോട് ചേർന്നുള്ള മരത്തിൽ തൂങ്ങി മരിച്ചു എന്നുള്ള വാർത്തയാ. അവരെങ്ങനെയായിരുന്നു പെരുമാറ്റത്തില്? ഓ, നല്ല കുട്ടികളായിരുന്നു സാറേ. അങ്ങനെ മരിക്കാൻ മാത്രം പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവരുടെ എന്തെങ്കിലും സാധനങ്ങള് ഇവിടെ ഇരിപ്പുണ്ടോ? അങ്ങനെ കാര്യമായിട്ടൊന്നും. ഒരു പെട്ടി ഇരിപ്പുണ്ട് സാറേ. പ്ലീസ്. ഇപ്പൊ കൊണ്ടുവരാം. സാറേ ദാ. ജീവൻ. ഹലോ ഡോക്ടർ, എനിക്ക് ഡോക്ടറുമായിട്ട് പേഴ്സണലായിട്ടൊന്ന് സംസാരിക്കണമായിരുന്നു. ജസ്റ്റ് ഫോർ 5 minutes. അതിനെന്താ? ഷുവർ, പ്ലീസ് കം. താങ്ക് യു. യെസ്, പറയൂ ജീവൻ, എന്താ സംസാരിക്കാനുള്ളത്? ബാലയ്ക്ക് വീണ്ടും അവരെ എത്ര കാലമായിട്ട് അറിയാം ഡോക്ടർക്ക്? ആരെ? ആ അനുപമയും റാഹേലിനെയും. ഓ, അവരെ. ഞാനിവിടെ ഡോക്ടറായിട്ട് വരുന്ന കാലം മുതൽ അവരിവിടെ ഉണ്ട്. അവര് രണ്ടാളും ആത്മഹത്യ ചെയ്യാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുള്ളതായിട്ട് ഡോക്ടർക്ക് അറിയോ? നോ. അവര് ഡോക്ടറോട് എങ്ങനെയായിരുന്നു? ഐ മീൻ പെരുമാറ്റത്തില്?
നത്തിങ് അൺയൂഷ്വൽ. എന്താ അങ്ങനെ ചോദിച്ചത്? അതിലൊരാൾക്ക് അനുപമയ്ക്ക് ഡോക്ടറോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ജീവൻ അതെങ്ങനെ അറിയാം? എനി പ്രോബ്ലം? ഏയ് ഓ ബട്ട് ജീവൻ, ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഒരിക്കലും ആ കുട്ടി എന്നോട് ഈ വിവരമൊന്നും പറഞ്ഞിട്ടുമില്ല. കാർഡ് പ്ലീസ്. ഓക്കെ 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 ബൈ. എക്സ്ക്യൂസ് മീ ജീവൻ, ഞാനിവിടെ വിടുകയാണ്. അറിയാം, ഓസ്ട്രേലിയയിലേക്കല്ലേ? അതെ. നാളെ രാവിലെ അല്ലേ ഫ്ലൈറ്റ്? യാ. ബോൺ ബോയ്സ്. താങ്ക് യു. എക്സ്ക്യൂസ് മീ ഡോക്ടർ. യാ. പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഒന്ന് കാണേണ്ടി വരും. ഡോക്ടർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. യു ആർ ഓൾവേസ് വെൽക്കം. ബൈ. ഓക്കെ ബൈ. ഞാനിവിടെ നിൽക്കാം, നീ പോയാ മതി. അയ്യോ, ഞാൻ ഒറ്റയ്ക്കോ? അതിനെന്താ, ക്ഷണിച്ചത് നിന്നെ മാത്രല്ലേ. പോ. ഹായ് അനുപമ, വരൂ വരൂ. പ്ലീസ് കം. പ്ലീസ് കം ഇൻ. Yeah, this way. Here we are. Come in. ഇരിക്കൂ. കുറച്ച് സ്വീറ്റ്സ്. ഇരിക്കൂ. ഞാൻ വിളിപ്പിച്ചത് എന്തിനാണെന്ന് മനസ്സിലായോ അനുപമയ്ക്ക്? ഇല്ല. ഞാൻ അനുപമയെ അറിയാതെ ഹിപ്നോട്ടൈസ് ചെയ്തു. അപ്പൊ ചില വിവരങ്ങളൊക്കെ മനസ്സിലായി. അതൊക്കെ സത്യമാണോ എന്ന് അറിയാനാ ഞാൻ അനുപമയോട് വരാൻ പറഞ്ഞത്. ഏയ് ഡോണ്ട് വറി മാൻ. ഞാൻ അനുപമയെ ടെൻഷൻ എടുപ്പിക്കുന്നില്ല. കാര്യം പറയാം. അനുപമയ്ക്ക് എന്നെ ഇഷ്ടാണല്ലേ? പറയ്, ഇഷ്ടാണോ? അത് പിന്നെ എന്തിനാ പേടിക്കുന്നേ? ഞാൻ പിടിച്ച് തിന്നൊന്നുമില്ലല്ലോ. ഇഷ്ടാണ്. ശരിക്കും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ? പറയ്, എന്നോട് ഇഷ്ടമാണോ? എങ്ങനെയാ എന്നോട് ഇങ്ങനെ ഒരു ഒരു ഇഷ്ടം തോന്നിയത്? പറയ്. അറിയില്ല. സ്വയം അറിയാതെ എങ്ങനെയാ? പക്ഷെ അനുപമ, ഈ ഇഷ്ടം എന്ന് പറയുന്നതൊക്കെ വെറും വിഡിത്തരാണ്. It's all foolishness, man. കാണണോ നിനക്ക് എന്റെ അച്ഛന്റെ അമ്മേന്റെ സ്നേഹാന്വേഷണങ്ങൾ? Look at this. Look at this. Look at these gifts. ഇതൊക്കെ എന്റെ മമ്മിയുടെയും ഡാഡിയുടെ എന്നോടുള്ള ഇഷ്ടമാണ്. അവരും പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടാ കല്യാണം കഴിച്ചത്. ബട്ട് നോ യൂസ്. വേസ്റ്റായി. മുഴുവൻ ലൈഫും വേസ്റ്റായി. ഹേ അനുപമ, ഈ ലോകത്ത് ഒരാളും ഒരാളെയും സ്നേഹിക്കുന്നില്ല. സോറി. സ്നേഹിക്കുന്നുണ്ട്. അവനവനെ തന്നെ. യെസ്, അവനവനെ തന്നെ. See, for example, അനുപമ,
അനുപമയ്ക്ക് എന്നോട് സ്നേഹം തോന്നിയത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണോ? അല്ല അല്ല, അനുപമയോടുള്ള ഇഷ്ടം കൊണ്ട്. Why? Because അനുപമയ്ക്ക് എന്നെ ഭർത്താവായി കിട്ടിയ ജീവിതം സേഫ് ആയി. That's the reason. 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 But കുറച്ച് കഴിയുമ്പോ ഈ ഇഷ്ടം മാറും, കുറയും, മടുക്കും, വേറെ ആളോട് തോന്നും. അങ്ങനെ തോന്നി എന്റെ ഡാഡിക്കും മമ്മിക്കും. You know then what happened? Do you know what happened? Separated. അവർ രണ്ടുപേരും പിരിഞ്ഞു. ഒരാൾ ഓസ്ട്രേലിയയിൽ, ഒരാൾ അമേരിക്കയിൽ. മതി. അനുപമ, വാ. Come here. ഇങ്ങോട്ട്. അവിടെ ഇരിക്കാം. Listen. Look at me. Okay. ആ ടോപ്പിക്ക് ഞാൻ മാറ്റാം. അത് വിട്, അതൊക്കെ വിട്. ഇനി നമ്മുടെ കാര്യം. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം. യു നോ സംതിങ് അനുപമ? ആണും പെണ്ണും തമ്മിലുള്ള ഇഷ്ടത്തിന് എന്റെ ഡിക്ഷണറിൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ: ഷെയറിംഗ് ദ ബെഡ്. അനുപമ, ഒരു പുതപ്പിന്റെ കീഴിൽ ഒരുമിച്ചൊരു രാത്രി മുഴുവൻ സ്പെൻഡ് ചെയ്യാ. തീർന്നു അതോടെ. That's all, man. Do you follow me? അനുപമയ്ക്ക് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഇല്ലെങ്കിൽ മനസ്സിലാക്കി തരാം. സത്യം പറഞ്ഞ ഇതൊക്കെ മനസ്സിലാക്കി തരാനാ ഞാൻ ഇന്ന് വരാൻ പറഞ്ഞത്. ബാ, the bedroom is ready. വരാൻ. Come here. No, 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 വിടില്ല. അനുപമയ്ക്ക് എന്നോട് ശരിക്കും ഇഷ്ടമുണ്ടെങ്കിൽ ഇന്നിവിടെ കഴിയണം. എന്നിട്ട് രാവിലെ അനുപമ എഴുന്നേറ്റ് പോകുമ്പോ മനസ്സിലാവും ഈ സ്നേഹം എന്ന് പറയുന്നത് വെറും മണ്ടത്തരമാണ്, ഒരു വലിയ നുണയാണെന്ന്. അങ്ങനെ അങ്ങ് പോയാലോ? I will teach you the real chemistry of love. Come! Stop it! Stop it!